അച്ഛനെ നന്നാക്കാൻ വന്നത് ഈ മാമൻ. എന്നിട്ട് കണ്ട അച്ഛൻ്റെ കൂടെ കൂടി മാമനും വഷളായി. കിടന്ന് കിടപ്പുണ്ടില്ലേ? ഇതിനെന്തോ പറയൂലോ. ആ, കെട്ടവനെ തൊട്ടാ തൊട്ടവനും കെടും. എന്തായാലും മാമനെ കിടന്നാലും ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ അച്ഛൻ ക്ലച്ച് പിടിക്കാൻ നേരാവും. അവൻ കിടന്ന് ഉറങ്ങണേനും കുറ്റം എനിക്ക്. അതെ, അച്ഛനെ കണ്ടല്ലേ മാമൻ പിടിക്കുന്നേ. അതെ, ഇപ്പൊ മാമൻ അച്ഛനെ കണ്ടിപ്പോ ഇങ്ങനെ. അപ്പൊ അച്ഛനെ കണ്ടു വളരുന്ന ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്തോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ. വന്ന് അച്ഛനെ ഒരു വിലയില്ലല്ലേ നിങ്ങൾക്ക്? അച്ഛന് വിലയൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛന്റെ വില എവിടെയും പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അയ്യോ, എന്താ സ്നേഹമുള്ള മക്കള്. എന്റെ അമ്മ എവിടെ? അവളാണ് നിങ്ങൾ ഇല്ലാതാക്കണത്. അതെ അച്ഛാ, പിന്നെ ഈ ഇടയായിട്ടേ അമ്മയ്ക്ക് കൊറേ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഇനി നമ്മളെങ്ങാനും ചെന്ന് ചോദിക്കാൻ പോയാൽ അതിന്റെയും കൂടി കിട്ടും നല്ല ഉഗ്രൻ ചീത്ത. അതെന്താ അങ്ങനെ? നിങ്ങളുടെ കാര്യം കഴിച്ചിട്ട് അവർക്ക് ഫോൺ ചെയ്താൽ പോരെ? ഞാനൊരു ദിവസം ഇങ്ങനെ പോയി ചോദിച്ചതാ. അതിന് 1-2 നല്ല അടി കിട്ടിയത്. അല്ല, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്റെ സ്വഭാവം മാറണമെന്നുണ്ടല്ലോ, തീർത്തള ഞാൻ. എന്താ ചിരിക്കണേ? ശരി തീർക്കും. അമ്മ ആരെയാ ഫോൺ വിളിക്കുന്നേ ഞങ്ങൾ കണ്ടുപിടിച്ച് തന്ന അച്ഛൻ ഞങ്ങൾക്ക് എന്ത് മേടിച്ചു തരും? എന്ത് വേണം? എന്തും തരുമോ? എന്തും തരും. അപ്പം ബർഗർ വയറു നിറയെ. എന്നാ എനിക്ക് വയറു നിറയെ ഐസ്ക്രീം, നല്ല സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു തരുമോ? എന്റെ ആക്രി വിറ്റിട്ടാണെങ്കിലും ഞാൻ വാങ്ങിച്ചു തരും നിങ്ങൾക്ക്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആരും അറിയാൻ പാടില്ല. ഒരു മിനിറ്റ്, എന്താ വിളിഞ്ഞു നോക്കണേ? ഒന്നുമില്ല, അമ്മ എന്തുവാ ചെയ്യുന്നേന്ന് ഒളിഞ്ഞു നോക്കുവായിരുന്നേ. ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ആരാ അമ്മേ ഫോണില്? എന്നിട്ട് നിങ്ങൾ അറിയണേ? അല്ല, ഞങ്ങൾ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ, ഞങ്ങൾ അറിഞ്ഞോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ ഇപ്പൊ അറിയാൻ നിക്കണ്ട. ആരാ അമ്മേ? നല്ല ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണോ സംസാരിച്ച ഫോണിൽ? ചിലപ്പോ സീരിയസ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ സീരിയസ് അല്ലാത്തതായിരിക്കും. അത് നിങ്ങൾ അറിയണ്ട കേട്ടാ. ഇവിടെ മാറിക്ക്. ഈടെയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഫോൺ വിളിയാണല്ലോ. അതിനെന്താ കുഴപ്പം? അല്ല, കുഴപ്പമൊന്നുമില്ല. അമ്മ തന്നെയല്ലേ പറയാറില്ല അച്ഛനോടും മുടിയും ചേട്ടനോടൊക്കെ അധികം ഫോൺ ഉപയോഗിക്കണ്ട, അത് നല്ലതല്ലാന്ന്. പിന്നെ അവര് കുട്ടികളല്ലേ. അപ്പൊ മുതിർന്നവർക്ക് ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാവോ? നിങ്ങളെ സമയം കഴിഞ്ഞ് പൊയ്ക്കോ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചോദിച്ച ചട്ടവും കൊണ്ടായിരിക്കും ഞാൻ മറുപടി വരണേ. പോടാണ്. ചട്ടവും പഴിപ്പിച്ച് വയ്ക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. കിടിക്കാടാ. അല്ലെങ്കിൽ മാമന് ഭയങ്കര ദേഷ്യമോ? കുഞ്ഞുങ്ങളാണെങ്കിലും നോക്കത്തില്ല, 6 അടിക്കുന്ന പോലെയല്ലേ അടിച്ച് പറക്കുന്നേ. എടാ, 6 അടിക്കേണ്ട സമയത്ത് 6 അടിച്ച് തന്നെ പറപ്പിക്കണം. ഇല്ലെങ്കിലേ കണ്ടിട്ടുണ്ടോ, വവ്വാല് തലകീഴായിട്ട് തൂങ്ങണ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കിടന്നാട്. അതുപോലെ ആയിപ്പോവും ജീവിതം കേട്ടാ. എന്തോന്ന് ചോദിച്ചോണ്ട് വന്നേ പിള്ളേര്? ഞാൻ ആരോടാ ഫോൺ സംസാരിക്കുന്നേ, എന്തിനാ സംസാരിക്കുന്നേ, അതൊക്കെയാണ് അറിയേണ്ടത്. ആണോ? പറഞ്ഞു കൊടുക്കാതെ എന്ത്? അല്ലെങ്കിൽ മാമൻ പറഞ്ഞു തരാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.